പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ചാവക്കാട് നിന്നിങ്ങോട്ട് കോഴിക്കോട് വരെ NH-66 കാഴ്ചകളാണിത്. അഭിമാനം തോന്നുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഓർത്ത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാഷ്ട്രത്തിലുണ്ടായ മാറ്റങ്ങൾ, ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ UP-യിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും എല്ലാം ഇത്തരം റോഡുകൾ കാണുമ്പോൾ എങ്ങനെ എപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു റോഡ് വരും എന്ന് നമ്മളെല്ലാവരും ആശിച്ചിരുന്നു. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിൽ പിന്നെ 2017 ഈ പദ്ധതി വന്നു. മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന 1600 കിലോമീറ്റർ റോഡ്. നമ്മൾ മലയാളികളുടെ ഭാഗ്യത്തിന് ഇതിൽ 660 കിലോമീറ്റർ കടന്നു പോകുന്നത് നമ്മുടെ കേരളത്തിലൂടെയാണ്. കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്ത് എത്തുവാൻ കേവലം 6 മണിക്കൂർ. ഇപ്പോൾ 100 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യുവാൻ കഴിയുന്ന റോഡ് ഭാവിയിൽ 120 കിലോമീറ്ററിലേക്ക് വേഗതയിൽ യാത്ര ചെയ്യാൻ കഴിയും. പൂർണ്ണമായും കേന്ദ്രം നിർമ്മിക്കുന്ന 1 കിലോമീറ്ററിന് 100 കോടി രൂപ ചിലവാണ് ഇതിനുള്ളത്. 66,000 കോടിയാണ് കേരളത്തിൽ ഇത് നിർമ്മിക്കാൻ വേണ്ടത്. സ്ഥലമേറ്റെടുപ്പിന് 22,000 കോടി രൂപ വന്നു. അതിൻ്റെ 25% മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം. അതായത് 88,000 കോടി രൂപ ചെലവിലാണ് കേരളത്തിലൂടെ ഈ റോഡ് കടന്നു പോകുന്നത്. അതിൽ 5,500 കോടി രൂപയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം. കാരണം വർദ്ധിച്ച ഭൂമിയുടെ വില കൊണ്ടാണ് അത് കേരളം കൊടുക്കേണ്ടി വന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഈ രാജ്യം മൊത്തം മാറുകയാണ്. ഈ രാജ്യത്തിലെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരം റോഡുകളെ കാണാം. റെയിൽവേ സ്റ്റേഷൻ, ആകാശത്തും ഭൂമിയിലും വിപ്ലവങ്ങൾ പണിയുകയാണ് അദ്ദേഹം. അഴിമതി എന്തെന്ന് നമ്മുടെ നാട് അറിയുന്നില്ല. NH-66 2026 പൂർത്തീകരിക്കുമ്പോൾ മലയാളികളായ നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കേവലം 6 മണിക്കൂർ മാത്രം മതിയാകുമ്പോൾ യാത്രയ്ക്ക്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.